ഇത് 2.25 ലക്ഷം രൂപ കൊടുക്കും. ചോദിക്കണ്ടേ, അതെന്തായാലും കുറച്ച് കൊടുക്കാം. അതെ. ഇതിപ്പോ ലോണ് കയറുന്നാല് ലോൺ ഇതിൽ കയറാൻ പ്രയാസമല്ലേ? 2.25 ലക്ഷം രൂപയ്ക്ക് വലിയൊരു സെഡാൻ വണ്ടി ക്രൂസ് നമുക്ക് കൊടുക്കാമല്ലോ. ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ. ഏത് ചെറുവണ്ടി എടുത്താലും മാറ്റിയെടുക്കാം. ഡീസൽ മാത്രം വില കിട്ടും. ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് 10 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഒരു 3.25 ലക്ഷം രൂപ കൊടുക്കാം. 3.25 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 6 മോഡലാണ്, 5 വർഷം പേപ്പർ ഉണ്ട്. അത്യാവശ്യം 2026 വരെ പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ഉണ്ട്. അലയൊക്കെ നല്ല വില കൂടിയ അലവിലാണ്. നല്ല വില കൂടിയ ഏകദേശം ഒരു 19,000 റുപ്യ അലവിലൊക്കെ ചെയ്തിട്ടുണ്ട്. 12 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 12 മോഡൽ റീ വണ്ടിയാണല്ലേ? നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓണോ? സെയില് ഫുൾ ഓണില്. ഓ 2020 വണ്ടിയാണ്. 20 മോഡലുണ്ട്. അതെ അതെ. പെട്രോൾ ആകാരപ്പോ? പെട്രോള്. ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. അതെ. വണ്ടിയില്ലേ? അത് 38,000 സർവീസും ഇപ്പൊ ഷോറൂം നിർത്തിയിട്ടുണ്ട്. KVR നമുക്കൊരു 3.35 കൊടുക്കാം. 3.35 AC കാര്യങ്ങള് പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ്. എല്ലാം വർക്കിംഗ് ഉള്ള അടിപൊളി പോലെ അല്ലേ? എന്നാലും കുറച്ച് കൊടുക്കൂലേ? നോക്കാം നമുക്ക്. ലോൺ എത്ര കയറുമ്പോ? ഇതിന് എന്തായാലും 2 ലക്ഷം ലോൺ കയറും. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? 4 ലക്ഷം രൂപ കൊടുക്കാം. 4.5 അല്ലേ? അപ്പോ നമ്മളങ്ങനെ വീണ്ടും തിരൂര് താന്നൂറുള്ള വട്ടത്താളുള്ള ബെസ്റ്റ് കാസിൽ തന്നെ വീണ്ടും എത്തിക്കണ്ടേ. കഴിഞ്ഞൊരു വീഡിയോ ചെയ്യാം, അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ എത്തിക്കണ്ടേ. സെക്കൻഡ് പാർട്ടിൽ ശേഷം 15ഓളം വണ്ടികളാണ്. ഇവിടുന്ന് ഫുൾ എക്സ്യൂകൾ ഉണ്ട്. ഇവിടുന്ന് തലവരെ എക്സ്യൂകൾ, അതേമാതിരി ആ ഭാഗത്ത് അങ്ങനെ ഫുൾ എക്സ്യൂകള്, ചെറുവണ്ടികൾ ഉണ്ടാവും, സെറാ വണ്ടികൾ ഉണ്ടാവും, എക്സ്യൂകൾ ഉണ്ടാവും, 7 സീറ്റ് വണ്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. പജേറകളൊക്കെ ചെറിയ പൈസ കൊടുക്കുക. ഏകദേശം ഒരു 5-6 ലക്ഷം വരെ മാക്സിമം ലോൺ ഇറങ്ങും. ചെറിയ മുടക്ക് ഏകദേശം 2 റുപ്യ 1 റുപ്യ ലെവലിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും. അതേപോലെ ഫോർച്യൂണർ മാക്സിമം ലോൺ, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. അതേമാതിരി ഇന്നോളൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 3,25,000 മുതൽ ഇന്നോള സ്റ്റാർട്ടിംഗ് ഉണ്ട്. 6 മോഡലാണ്, ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. അതേമാതിരി MG Hector ഒക്കെ ഉണ്ട്. ഫുൾ ഓൺ കിട്ടും. നിങ്ങൾ പ്രൊഫൈൽ ഉഷാറാണ്. ഏകദേശം ഒരു ഫുൾ ഓൺ നല്ല 1 റുപ്യ 1.25 ലക്ഷം റുപ്യ ഇറക്കാൻ പറ്റും. 1 ലക്ഷം റുപ്യക്ക് അതേമാതിരി പജാറകളുണ്ട്, കുറെ വണ്ടികളുണ്ട്. നിങ്ങൾ കേട്ടോ, ചെറുവണ്ടികളൊക്കെ അൾട്ടോള സ്റ്റാർട്ടിംഗ് 69,000 മുതലാണ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് താന്നൂർ വട്ടത്താണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. വീഡിയോയിൽ നമ്പർ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട്. അതേമാതിരി തന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡിന്റെ ഫുൾ ക്യാനുള്ള അടിപൊളി ഷോറൂമാണ്. നിങ്ങൾ വരുമ്പോൾ ഒരു മെക്കാനിക്കൽ കൊണ്ട് വരാം, ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി വണ്ടി എടുക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ടിൽ നമ്മളെ ഫസ്റ്റ് വണ്ടിയുള്ള അടിപൊളി പജേറോ അല്ലേ? പജേറോ സ്പോർട്ട് 2014 വണ്ടിയാണ്. 14 മോഡലാണ്. മോഡലല്ലേ? അതെ അതെ. ഓ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1.30 ഓടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ടയർ ഇത്തിരി കമ്മിയുണ്ട്. ടയർ ഫ്രണ്ടേജ് കുറച്ച് കമ്മിയുണ്ട്. അലവില് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുള്ളോടെ വണ്ടി. അതെ അതെ. ഓക്കെ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരളയാണ്. ഓ കിലോമീറ്റർ 1.30 കറക്റ്റ് ഓട്ടല്ലേ? ഓണർഷിപ്പ് എത്ര ഉണ്ടോ? ഓണർഷിപ്പ് 2-3 ആയിട്ടുണ്ട്. ആയിക്കോണല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ? നല്ല വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമുക്കൊരു 9,000 രൂപ കൊടുക്കാം. 9.5 ലക്ഷം റുപ്യക്ക് 13 മോഡല് പജേറാണ് കൊടുക്കാറല്ലേ? 14 മോഡൽ അല്ല, 14 മോഡൽ പജേറ കൊടുക്കാം. ഫുൾ പക്ക കണ്ടീഷൻ വണ്ടിയില്ലേ? അതെ. ഒറിജിനൽ കേരള വണ്ടിയാണ്. KL 33F1771 നമ്പർ. ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ. ഏത് ചെറുവണ്ടി എടുത്താലും മാറ്റിയെടുക്കാം. ഡീസൽ മാത്രം വില കിട്ടും. ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് 10 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ 4x4 ആണ്. 10 ലെവൽ മൈലേജ് കിട്ടും. ഓക്കെ. അതേപോലെ അടിപൊളി ഫോർച്യൂണർ ആണല്ലോ. ഇത് 2013 ഡിസംബർ വണ്ടി, സിംഗിൾ ഓണർ. നമ്പർ ആയിട്ട് നമുക്കൊരു 14,000 രൂപ കൊടുക്കാം. 14,000 നമ്പർ ആക്കിട്ട് കൊടുക്കാം. ഇത് 4x4 4x4 അല്ലേ? 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ അതെ. ഓക്കെ. കിലോമീറ്റർ 1.65 ഓടിയിട്ട് കറക്റ്റ് സർവീസ്. കമ്പനി ഹിസ്റ്ററിലുള്ള വണ്ടി. പോണിട്ട് ഇത് റീപ്ലേസ് ഉണ്ട്. ബമ്പർ കാര്യങ്ങൾ, ബമ്പർ റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 4x2 ഓട്ടോമാറ്റിക് അല്ലേ? അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇത് നമുക്കൊരു 14,000 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 14,000 എന്തായാലും കുറച്ച് കൊടുക്കും. ഇത് നമുക്ക് ഏത് വണ്ടിനെ മാറ്റം ചെയ്യാം. ഏത് വണ്ടി കൊടുത്താലും നമുക്ക് മാറ്റി കൊടുക്കാം. എക്സ്ചേഞ്ചിൽ നമുക്ക് വണ്ടി എടുക്കും ചെയ്യാലല്ലേ? ലോൺ എത്ര കയറപ്പോ? ഇതിമേലും പിന്നെ ഒരു 10-12 റുപ്യ 11 റുപ്യ ലോൺ കിട്ടും. മാക്സിമം ലോൺ കിട്ടും. ഒരു 2 ലക്ഷം റുപ്യ ആ ലെവലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. പ്രൊഫൈൽ കാര്യം നോക്കിയിട്ട് അല്ലെ അൾട്ടോ കാർ ഏതെങ്കിലും കൊടുത്ത് മാറ്റി എടുക്കും ചെയ്യാലല്ലേ? ഓക്കെ. എന്നാലും അടുത്ത വണ്ടി വീണ്ടും ഫോർച്യൂണർ ആണല്ലേ? ഇത് 2009 ലാസ്റ്റ് വണ്ടിയാണ്. 9 ലാസ്റ്റ് ആണ്. ഇവിടെ നമ്പർ ആക്കി നമുക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം രൂപ കേരള നമ്പർ ആക്കിട്ട് കൊടുക്കാം. അതെ അതെ. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ? വണ്ടി മെക്കാനിക്കലൊക്കെ നല്ല കണ്ടീഷൻ ഉഷാറാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ടെന്നല്ലേ? ഇത് ഒരു 1.5 ലക്ഷം കിലോമീറ്ററിന്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇതൊന്ന് ന്യൂ ഷേപ്പ് ആക്കിയാൽ മതി. എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പോകും. ഓക്കെ. ന്യൂ ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ സെറ്റ് ആവും ചെയ്യും അല്ലേ? അതെ.
8 ലക്ഷം ചോദിക്കണ്ടേ? ആ ഇതുമ്പോ ലോൺ എത്ര കയറും? ഇതിന് ഒരു 4 ലക്ഷം റുപ്യ ലോൺ വരും. മാക്സിമം ലോൺ കയറുമോ? 4 ലക്ഷം. ഓക്കെ, ഒരു 4 ലക്ഷം പോലെ വേണല്ലേ? 4 ലക്ഷം റുപ്യ നമുക്ക് വണ്ടി ഇറക്കം ചെയ്യാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം കൊണ്ട് ഉഷാറല്ലേ? കേരള നമ്പർ ആക്കിയിട്ട് വണ്ടികൾ കൊടുക്കും. ഓക്കെ, എന്തായാലും 10 ലെവലിൽ മൈലേജ് കിട്ടുള്ളൂ. 9-10 മൈലേജ് ഉണ്ടാവും. അടുത്ത വണ്ടി മഹീന്ദ്ര. ഇത് അഡ്വാൻസ് ആയിട്ടുണ്ട്. അഡ്വാൻസ് ആയതാണ്. ഓക്കെ, അടുത്ത വണ്ടി ഇന്നോവ. ഇന്നോവ 2015 മോഡൽ ഇന്നോവ G4 വണ്ടിയാണ്. ഇത് 1.5 അടുത്ത് ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാ? അല്ല, റീ രജിസ്ട്രേഷൻ വണ്ടിയാ. രജിസ്ട്രേഷൻ മലപ്പുറം വണ്ടിയാക്കിയതാണ്. കിലോമീറ്റർ ആരെ പറയാൻ പറ്റുമോ? കിലോമീറ്റർ 2 ഉള്ളിൽ ഓടിയിട്ടുണ്ട്. വണ്ടി വൃത്തിയുണ്ട്, ഗ്രേ കളർ ആണ്. ഓക്കെ, നല്ല വൃത്തിയുണ്ട്. ഇത് കമ്പനി ഹിസ്റ്റർ ഉണ്ടാകും അല്ലെ? ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ചിലപ്പോൾ ഉണ്ടായിക്കൂടെ ഇല്ല. ചിലപ്പോ ഉണ്ടാവും. പിന്നെ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി വണ്ടി എടുക്കാം അല്ലേ? G4 ആണ്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. 7 സീറ്റ് വണ്ടി അല്ലേ? എത്ര ഈ വണ്ടിക്ക് ചോദിക്കണമെന്നല്ലേ? നമുക്ക് ഒരു 9,000 രൂപ ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 9 ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കാം. 15-16 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി അല്ലേ? 15 മോളിൽ 16 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. എന്തായാലും ലോൺ എത്ര കയറും? 7 ലക്ഷം 8 ലക്ഷം റുപ്യ ലോൺ കയറും. മാക്സിമം കയറും. ഒരു 1.5 ലക്ഷം റുപ്യ ഇറക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക് അല്ലേ? ഓക്കെ, അതേമാതിരി കുറഞ്ഞ വില നല്ല അടിപൊളി ഇന്നോവയാണ്. അലവിലൊക്കെ ഇത് നല്ല അലവിൽ കേട്ടോ, നല്ല അടിപൊളി അലവില്. എന്താ അലവില്? ഈ വണ്ടി ഒന്ന് പുറത്ത് കിട്ടി നമുക്ക് കാണിച്ചു കൊടുക്കാം. സെപ്പറേറ്റ് റീൽസ് ഇൻസ്റ്റാൾ ഇറങ്ങുണ്ടല്ലോ അല്ലേ? അതെ. ഇതാരും മോഡൽ തന്നെ? ഇത് 2006. 6 മോഡലാ? 6 മോഡലാണ്. ഇത് ഓപ്ഷൻ ആയിരുന്നു. ഇത് G3 വണ്ടിയാണ്. അത് സെൻട്രൽ AC ഒക്കെ ചെയ്തിട്ടുണ്ട്. G3 ആണ് ഓപ്ഷൻ വണ്ടില്ലേ? സ്റ്റെപ്പ് കാര്യങ്ങൾ അതുണ്ട്. നല്ല അലവില്, നല്ല ഭംഗിയുണ്ട് വണ്ടി, ഓടിക്കാനൊക്കെ നന്നായിട്ടുണ്ട്. ഉഷാറാണല്ലേ? അടിപൊളി അലവില് കാര്യങ്ങൾ ഇതുകൊണ്ട് ഡിക്കി സ്പോയിലർ ബാക്കില് കുർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയാം. ഇത് 2 ഉള്ളിൽ ഓടിയിട്ടുണ്ട്. നല്ല എഞ്ചിൻ, കുഴപ്പമില്ല. ഇത് ഒറിജിനൽ കേരള ആണോ അതോ? കേരള വണ്ടി. ഒറിജിനൽ കേരള റീവണ്ടി അല്ലേ? അല്ല. ഓക്കെ, ഓണർഷിപ്പ് എത്ര ആയിക്കോളൂ? ഓണർഷിപ്പ് 1-2 ആയിട്ടുണ്ടാവും. 8 സീറ്റ് വണ്ടി ഉണ്ട് അല്ലേ? അതെ. എത്ര വണ്ടിക്ക് ചോദിക്കണം? ഒരു 3.5 ലക്ഷം റുപ്യ കൊടുക്കാം. 3.5 ലക്ഷം റുപ്യ വണ്ടി കൊടുക്കാം. 6 മോഡലാണ്. 5 വർഷം പേപ്പർ ഉണ്ട്. അത്യാവശ്യം 2026 വരെ പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പർ ഉണ്ട്. അലയൊക്കെ നല്ല വില കൂടിയ അലവിലാണ്. നല്ല വില കൂടിയ ഏകദേശം ഒരു 19,000 റുപ്യ അലവിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ വണ്ടി നല്ല രസമുണ്ട്, വണ്ടി കാണാൻ ചൊറുക്കുള്ള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. 3,60,000 ചോദിച്ചുകൊണ്ട് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. 3.5 ലക്ഷം. 3.5 ലക്ഷം റുപ്യ കൊടുക്കാം. റെഡി കൈകൾ ഇറക്കാൻ പറ്റുള്ളൂ. അതെ. അടുത്ത വണ്ടി എന്തായാലും ക്രിസ്റ്റ അല്ലേ? ഇന്നോവ 2016 V ഓപ്ഷൻ വണ്ടിയാണ്. V ആണ് ഫുൾ ഓപ്ഷൻ അല്ലേ? നമ്പർ ആക്കിയിട്ട് 15.5 ലക്ഷം റുപ്യ കൊടുക്കാം. 15.5 ലക്ഷം റുപ്യ കൊടുക്കാം നമ്പർ ആക്കിയിട്ട്. അതെ. ഇതിന്റെ കിലോമീറ്റർ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, കറക്റ്റ് ആവണമെന്ന് ഇല്ല. UP വണ്ടി ആണ്. കേരള നമ്പറായ റേറ്റില്ല. അതെ. ഇതൊരു 1.40 അതിൽ കാണുന്നത്. മീറ്റർ കാണുന്നില്ലേ? വണ്ടി തിരക്കടില്ല, കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ഇതിന് കമ്പനി ഹിസ്റ്റർ ഉണ്ടല്ലേ? ഹിസ്റ്റർ ഉണ്ടാവും, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ഹിസ്റ്റർ ഉണ്ടാവും, ചെക്ക് ചെയ്തിട്ടില്ല. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഇത് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളേ. റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും റീപ്ലേസ് ഒന്നുമില്ല. നമ്പർ ആക്കി 15.5 ചോദിക്കണ്ടല്ലേ? ലോൺ എത്ര കയറുന്നാല്? ഇതിന്മേൽ ഒരു 14 റുപ്യ 13 റുപ്യ ലോൺ കിട്ടും. മാക്സിമം ലോണും കയറും. അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാതെ വൃത്തിയുള്ള വണ്ടിയാണ്. ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. ഒരു 12 ആ ലെവലില് മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറയാം. സുഖം. അടുത്ത വണ്ടി ബ്രസ് അല്ലേ? ബ്രസ്. അതെ. 2020 വണ്ടിയാണ്. 20 മോഡലുണ്ട്. അതെ. പെട്രോൾ ആകാരപ്പോ? പെട്രോള്. ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. അതെ. വണ്ടിയില്ലേ? അത് 38,000 സർവീസും ഇപ്പൊ ഷോറൂം നിർത്തിയിട്ടുണ്ട്. KBR എടുത്തിട്ടുണ്ടല്ലേ? ഇത് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ചെയ്യാലോ? റീപ്ലേസ് ഒന്നുമില്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ഇപ്പൊ ലാസ്റ്റ് സർവീസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെയ്തു. ഫുള്ള് ക്ലിയർ ആയി. അതെ. 10,000 കിലോമീറ്റർ ഒന്നും നോക്കണ്ടല്ലോ അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? നമുക്ക് 8.5 ലക്ഷം റുപ്യ കൊടുക്കാം. എന്തെങ്കിലും കുറച്ചും കൊടുക്കാല്ലേ? പിന്നെ ബട്ടൺ സ്റ്റാർട്ട് ഇതൊക്കെ വരുന്നതില് എല്ലാം വരുന്നതാണല്ലേ? എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഇത് ഓപ്ഷൻ ആയിരുന്നെ? VXi പ്ലസ് ആണല്ലേ? അതെ. ഓക്കെ. എല്ലാ ഫീച്ചേഴ്സും വരുന്ന അടിപൊളി വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിലുള്ള KL50 തിരൂരാണല്ലോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മാക്സിമം ലോൺ ഉള്ളത്? മാക്സിമം ഒരു 1.5 ലക്ഷം റുപ്യ ലോൺ കിട്ടും. ലോൺ കയറും. 1 ലക്ഷം റുപ്യ ഇറക്കാൻ പറ്റും? എന്തായാലും ഇറക്കാല്ലേ? പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഒരു 15ന്റെ ഉള്ളിലുണ്ടാവും. എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറയാം. ധൈര്യമായിട്ട് പറയാം. നീ അവർ ചെക്ക് ചെയ്തോട്ടെ, ഗൂഗിളൊക്കെ നമ്പർ ഉണ്ട്. അപ്പൊ എന്താ ചെക്ക് ചെയ്ത്. അടുത്ത വണ്ടി അൾട്ടീസ് അല്ലേ? അൾട്ടീസ് 2015 വണ്ടിയാണ്. 15 മോഡല് ന്യൂ ഷേപ്പ്. ഇതൊരു 10-18 മൈലേജ് ഉണ്ടാവും. എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു. അതെ. എത്ര മോഡൽ തന്നെ? ഇത് 2015 വണ്ടി. 15 മോഡൽ അല്ലേ? ഇത് ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് J ഓപ്ഷൻ ആണ്. ഇത് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇനി കസ്റ്റമറിന് സർവീസ് സെന്റർ അടുത്തുണ്ട്, ചെക്ക് ചെയ്തെടുക്കും ചെയ്യാം. ഫുള്ള് പോപ്പർ ഹിസ്റ്ററിലുള്ള വണ്ടി അല്ലേ?
എത്ര ഓടിക്കുന്നുണ്ട് തന്നെ? ഇത് 1:30 ഓടിയിട്ടുണ്ട്. ആ സിംഗിൾ ഓണർഷിപ്പാ? ആ റീപ്ലേസ് ചെയ്യല്ലോ അല്ലേ? കാര്യമായിട്ട് പ്രശ്നമില്ല. എത്ര ചോദിക്കുന്ന റേറ്റ് തന്നെ? ഇത് നമുക്ക് 6 ലക്ഷം രൂപ ഉണ്ട്. കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 5 ലക്ഷം വരെ 5-5.5 ലക്ഷം വരെ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കയറും. മാക്സിമം ലോൺ ഒരു 2 റുപ്യ ആണല്ലേ? 2 ലക്ഷത്തിന്റെ അടിപൊളി അൾട്ടീസ് കൊണ്ടുപോയി നോ ഷേപ്പ് വേണ്ടിട്ടോ. ഫുള്ള് പോപ്പർ ഹിസ്റ്ററിലും ഉണ്ട് അല്ലേ? അതെ. ഇത് ഡീസലായിരുന്നു. ഡീസല് എത്ര മൈലേജ് കിട്ടും? എന്തായാലും ഒരു 18 മൈലേജ് ഒക്കെ ഉണ്ടാവും. എന്തായാലും മൈലേജ് കിട്ടും. 15 മേലെ എന്തായാലും കിട്ടും ചെയ്യാലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ഇത് ക്രൂസ് ആണല്ലോ അല്ലേ? ഷെവർലെറ്റിന്റെ ഇഷ്ടപ്പെട്ട വണ്ടി. അതാണ് നിങ്ങളെ ഫേവറേറ്റ് ആണല്ലേ? ഓക്കെ. എങ്ങനെ മോഡൽ ഉണ്ട്? ഇത് 2011-12 രജിസ്ട്രേഷൻ സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഫുൾ ഓപ്ഷനാ? സൺറൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് 1 മേലെ ഓടിയിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പ് കാണിച്ചിട്ട് എടുത്താൽ മതി. ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി വേണ്ടി എടുത്താൽ മതി അല്ലേ? ഓണർഷിപ്പ് എത്ര ആയിക്കോളന്നല്ലേ? ഓണർഷിപ്പ് നിലവിൽ 2 ഓണർഷിപ്പ് ഉണ്ട് നിലവിലുള്ള അല്ലേ? വേറെ മേജറോ റീപ്ലേസ് കാര്യങ്ങള് മേജറായി ഒന്നുമില്ല. ഇനി വന്ന് വർക്ക്ഷോപ്പിൽ ഇതൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് എടുക്കാല്ലേ? ചൊറ പിടിച്ച വണ്ടിയാണ് ഇതൊക്കെ. ഷെവർലെറ്റിന്റെ ക്രൂസറിന് അങ്ങനെയാണ്. അതെ. പാർട്സ് കിട്ടാത്ത പ്രശ്നം വരും. പാർട്സ് ഒക്കെ അവൈലബിൾ ആണ്. കിട്ടുന്നുണ്ടല്ലോ അല്ലെ? നല്ല ഓടിക്കാനൊക്കെ രസമുള്ള വണ്ടിയാണ്. അതെ. പണ്ടത്തെ ലക്ഷറി ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നല്ല നീളമുള്ള നമ്മളെ അൾട്ടീസിന്റെ അതേ മാർക്ക് അല്ലേ? അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാല്? ഇത് 2.25 ലക്ഷം രൂപ ചോദിക്കണ്ടേ? അതെന്തായാലും കുറച്ച് കൊടുക്കാം. അതെ. ഇതുപോലെ ലോണ് കയറുന്നാല് ലോൺ ഇതിൽ കയറാൻ പ്രയാസമാണല്ലേ? 2.25 ലക്ഷം രൂപയ്ക്ക് വലിയൊരു സെഡാൻ വണ്ടി ക്രൂസ് നമുക്ക് കൊടുക്കാല്ലേ? ഫുൾ പക്ക വണ്ടി. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 15-ന്റെ ഉള്ളിൽ എന്തായാലും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി ഫോക്സ് വാഗന്റെ വെന്റോ. നല്ല വണ്ടി. വെന്റോ ആണല്ലേ? നല്ല ബ്ലാക്ക് കളറ്. എങ്ങനെ മോഡൽ വരുന്നുണ്ട്? ഇത് 2012 വണ്ടി. 12 ആണല്ലേ? ഇത് ഓപ്ഷൻ ഏതാ? ഇത് ഹൈലൈന് ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ 1 മേലെ ഓടിയിട്ടുണ്ട്. ഒറിജിനാലിറ്റി വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. കുഴപ്പമില്ല. പക്ക ഒറിജിനൽ വണ്ടി. ഫുള്ള് പക്ക വണ്ടി അല്ലേ? റീപ്ലേസ് ചെയ്യല്ലോ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമുക്കൊരു 3 രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് ഫോക്സ് വാഗന്റെ ജെറ്റ 11 മോഡലാണ്. വെന്റോ. അല്ല വെന്റോ. എത്ര മോഡലാണ്? 12 മോഡലാണ് കൊടുക്കാല്ലേ? അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കാല്ലേ? ഇതുമ്പോ ലോൺ എത്ര കയറുന്നാല്? ഒരു 2.5 ലക്ഷം രൂപ ലോൺ കിട്ടും. ലോൺ കയറും. 50 രൂപ അടിക്കാം. 50,000 മുടക്കില് വലിയൊരു സെഡാൻ വണ്ടി കൊണ്ടാകാല്ലേ? ഫോക്സ് വാഗന്റെ വണ്ടി. ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഡീസൽ എന്തായാലും ഒരു 15-ന്റെ മേലെ ഉണ്ടാവും. എന്തായാലും മൈലേജ് കിട്ടുമല്ലോ അല്ലേ? അടുത്ത വണ്ടി നിസാന്റെ ഒരു സണ്ണി കുട്ടനാണല്ലോ. സണ്ണി 2013 വണ്ടിയാണ്. 13? ഫാൻസി നമ്പർ ആണ്. ഓണർ വണ്ടിയാണ്. 88,000 കിലോമീറ്റർ ഓടിയുണ്ട്. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്യാണ്ട്. വേറെ മേജർ പ്രശ്നങ്ങളൊന്നും മേജർ ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്യല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ ഓടിയുണ്ട്. 88 ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പാ? ഇത് ഹിസ്റ്ററി ഉണ്ടാവല്ലേ? ഹിസ്റ്ററി കസ്റ്റമർ ചെക്ക് ചെയ്യാം. ഇത് നിസാന്റെ ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്യാലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് 2.85 കൊടുക്കാം. 2.85 കൊടുക്കാം. എന്തായാലും കുറച്ച് 13 വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ. ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട്. ഫാൻസി നമ്പർ ഉണ്ട്. 74 ആണ് ഫാൻസി നമ്പർ ഉണ്ട്. എന്തായാലും ഒരു 50,000 മുടക്കിൽ ഇറക്കാൻ പറ്റും. നോക്കാം നമുക്കല്ലേ? പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കിട്ട് ഇറക്കാമല്ലേ? സുഖ മാക്സിമം ലോണുള്ള അടിപൊളി MG ആണല്ലോ. അതെ. ഇത് 2019 മോഡലാ. 10 മോഡലാണല്ലേ? ഇത് ഓപ്ഷൻ ഏതാ അറിയോ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ഷാർപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഷാർപ്പോ? അതെ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 38,000 കിലോമീറ്റർ ഓടിയിട്ട്. പിന്നെ 4 ടയർ പുതിയതുണ്ട്. കരിമ്പുത്തൻ ടയർ 4 നല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? അതെ. ഷോറൂം കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയില്ലേ? കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 1-2 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ചെക്ക് ചെയ്തില്ല. ഒന്ന് ചെക്ക് ചെയ്യാനല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്കാ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. MG ഹെക്ടർ അല്ലേ? എത്ര വണ്ടിക്കാണ് ചോദിക്കേണ്ടതല്ലേ? ഇത് 12 രൂപ കൊടുക്കാം. 12 ലക്ഷമാണ് ചോദിക്കണ്ടേ? എന്തായാലും കുറച്ച് കൊടുക്കും. അതെ. ലോണ് മാക്സിമം ലോണൊക്കെ ഒരു 10-15 രൂപയ്ക്ക് ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറും. നല്ല പ്രൊഫൈലാണ്. 12 രൂപ ലോൺ കിട്ടും. കയറും അല്ലേ? പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞാൽ 1.5 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആകുമ്പോ മൈലേജ് എന്തായാലും നമുക്ക് നോക്കി പറഞ്ഞല്ലേ? മൈലേജ് 10-ന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ. വേറെ പണികളൊന്നും ഇല്ല. ഷോറൂം ഹിസ്റ്ററി. അതെ. അടുത്ത വണ്ടി 7 സീറ്റ് സെയിൽ അല്ലേ? സെയിലോ. 12 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 12 മോഡൽ റീ വണ്ടി ആണല്ലേ? നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓണോ? സെയില് ഫുൾ ഓണില്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1-ന്റെ മേലെ ഓടിയിട്ടുണ്ട്. പിന്നെ ചെക്ക് ചെയ്യാം. വർക്ക്ഷോപ്പിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ട് എടുക്കാല്ലേ? അതെ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 1-2 ആയിട്ടുണ്ട്. ആയിക്കോണല്ലേ? വേറെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ.
എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആണ്? 2.5 ലക്ഷം റുപ്യ. എന്തായാലും കുറച്ച് കൊടുക്കാം. 2 ലക്ഷം എന്തെങ്കിലും ചെറിയ ചെയ്ത് കൊടുക്കാം. ഇതുമേ ലോൺ കയറോ? ആ ഫുൾ ലോൺ അല്ലേ? 2.5 കയറും. 2 ലക്ഷം ഫുൾ ലോണിൽ കൊടുക്കാം. ഉറുപ്പ് മുടക്കാതെ അടിപൊളി സെയിലോ ഫുൾ ലോണിൽ കൊണ്ടാകല്ലേ? അതെ അതെ. സുഖം. അടുത്ത വണ്ടി ബൊലേറോ അല്ലേ? അതെ 2011 വണ്ടിയാ. 11 മോഡൽ ബൊലേറോ ആണ്. വൈറ്റ് കളറാണ്. DI ഇഞ്ച് വരുന്ന DI ആണ് അല്ലേ? നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയുള്ള ഒറിജിനൽ കേരള വണ്ടിയല്ലേ? അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.30 ഓടിയുണ്ട്. ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. റീപ്ലേസുകൾ കാര്യങ്ങൾ എന്തെയുണ്ടോ? ഇല്ല, ചെറിയ പാച്ച് വർക്ക് ഒക്കെ ഉണ്ട്. മേജർ ഇല്ല. വേറെ മേജർ പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇത് നമുക്കൊരു 3.35 കൊടുക്കാം. 3.35 AC കാര്യങ്ങള് പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ഉള്ള അടിപൊളി പോലെ അല്ലേ? എന്തായാലും കുറച്ച് കൊടുക്കൂലേ? നോക്കാം നമുക്ക്. ലോൺ എത്ര കയറുമ്പോ? ഇതിന് എന്തായാലും 2 ലക്ഷം ലോൺ കയറും. മാക്സിമം കയറും. അതെ. പക്ഷെ ഒരു 1 ലക്ഷത്തിന്റെ മേലെ വണ്ടി വരും വണ്ടി ഇറക്കണമെങ്കിൽ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. നല്ല അടിപൊളി വണ്ടി അല്ലേ? KL 57 ആണ് അല്ലേ? ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും? എന്തായാലും ഒരു 15 കിട്ടോ? 15ന്റെ അടുത്ത് മൈലേജ് കിട്ടും ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി WRV അല്ല, അത് പെട്രോൾ വണ്ടി. CRV ഹോണ്ടന്റെ അല്ലേ? അതെ. ഓക്കെ. എങ്ങനെ മോഡലൊക്കെ വരുന്നുണ്ട്? 2006 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. പക്ഷെ നല്ല വണ്ടിയാണ്. 6 മോഡല് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ? ഫുൾ പേപ്പർ ക്ലിയറാ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഒന്നിന് മേലെ ഓടിയിട്ടുണ്ടോ? ഇല്ലില്ല, 1.21 ഓടിയുണ്ട്. 1,21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടാല്? പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇത് നമുക്കൊരു 2 റുപ്യ കൊടുക്കാം. 2 ലക്ഷം റുപ്യ കൊടുക്കാം. ഈ വലിയൊരു XUV അല്ലേ? അതെ. CRV വണ്ടി കൊടുക്കാം. അത് പെട്രോൾ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഇത് പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? 10-12 ഒക്കെ ഉണ്ടാവും. 10-നുള്ളിൽ ഉണ്ടാവും. 10-നുള്ളിലെ മൈലേജിന് കാര്യം പറഞ്ഞു കൊടുക്കാം. പെട്രോൾ ആകുമ്പോൾ അല്ലേ? CNG കയറ്റാൻ പറ്റും. അപ്പൊ മൈലേജ് കൂട്ടും ചെയ്യാം. 60-18 നമ്പർ വരുന്നുണ്ട്. അടുത്ത വണ്ടി ഡസ്റ്റർ അല്ലേ? ഡസ്റ്റർ 2013 85 നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. മൈലേജ് ഉണ്ടാവും. 85 ആണ് അല്ലേ? അതെ. ഓപ്ഷൻ ഏതല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. അലവിലൊക്കെ ചെയ്താണല്ലോ അല്ലേ? അല്ല, അലവിൽ എക്സ്ട്രാ ചെയ്തല്ലേ? ടയർ കാര്യങ്ങളൊക്കെ കരിമ്പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഒന്നിന്റെ മേലുണ്ടോ? 1ന്റെ അടുത്ത് ഓടിയുണ്ടല്ലേ? ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? നല്ല എഞ്ചിന്, നല്ല വണ്ടിയാ. നല്ല വൃത്തിയുള്ള വണ്ടി. ഇഞ്ചിന് വെക്കാനൊക്കെ ഉഷാറാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് കാര്യമായിട്ടൊന്നുമില്ല. മെയിൻ ക്ലാസ്സിൽ ചെറിയ പൊട്ടുണ്ട്. മാറ്റിയിട്ടില്ല. മാറ്റി കൊടുക്കാം. എത്ര വണ്ടികളെ ചോദിക്കുന്നത്? ഇത് നമുക്ക് 360. അതെന്തായാലും കുറച്ച് കൊടുക്കും. അതെ അതെ. ലോൺ എത്ര കയറുമ്പോ? 3 ലക്ഷം ലോൺ. മാക്സിമം ലോൺ കയറും. 60,000 മുടക്കിൽ ടെസ്റ്റ് നമുക്ക് ഇറക്കാല്ലേ? നല്ല വൃത്തിയുള്ള 85 ആണ് വരുന്നത് അല്ലേ? 6500 നമ്പർ വരുന്നത്. അതെ. ഓക്കെ. അടുത്ത വണ്ടി അല്ല, ചുവപ്പ് കളറ് കോമ്പസ് ആണ്. ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് ഓപ്ഷൻ. ലിമിറ്റഡ് ആയിട്ട് വരുന്ന വണ്ടി അല്ലേ? ഓക്കെ. എങ്ങനെ മോഡൽ ഉണ്ട്? ഇത് 2017 മോഡൽ. ഓപ്ഷൻ ഏതാ? ഫുൾ ഓപ്ഷനാ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 90,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് നമുക്കൊരു 12.5 ലക്ഷം റുപ്യ കൊടുക്കാം. 12 ലക്ഷം റുപ്യ കൊടുക്കാം. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. 12 ലക്ഷം ചോദിക്കുന്നുണ്ട്. അതെ. ലോൺ എത്ര കയറുന്ന? ഫുൾ ലോൺ കയറുമോ? ലോൺ നമുക്കൊരു 10-11 ലക്ഷം റുപ്യ കയറും. 11 ലക്ഷം വരെ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. എന്തായാലും 1 ലക്ഷം ആണല്ലേ വണ്ടി ഇറക്കണമെങ്കിൽ? അതെ അതെ. ഇത് ഡീസലിന്റെ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? ഒരു 16-15 മൈലേജ് ഉണ്ടാവും. 16 ലെവലിലെ മൈലേജ് പറയാലോ? ഉണ്ടാവുമല്ലോ അല്ലെ? 2 അക്ക നമ്പർ വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. അടുത്ത വണ്ടി ബെൻസ് ആണല്ലോ. ചെറിയ കഴിഞ്ഞ ബെൻസിലെ 2006 കേരള വണ്ടിയാണ്. ഈ നല്ല വണ്ടിയാണത്. ഒറിജിനൽ കേരള വണ്ടിയാ? ഈ 280 ഓപ്ഷൻ ആണ്. ഈ 280 ആണ് വരുന്നില്ലേ? ഫാൻസി നമ്പർ ആണ്. 1991 അല്ലേ? അതെ അതെ. എത്ര മോഡൽ? 2006 മോഡൽ. 2006 മോഡൽ. പേപ്പർ എത്ര ഉണ്ട്? പേപ്പർ ഒക്കെ ക്ലിയർ. 5 വർഷം പേപ്പർ ഉണ്ട്. നല്ല വലിപ്പമുള്ള വണ്ടി അല്ലേ? അതെ. കിലോമീറ്റർ കാര്യങ്ങൾ അറിയോ? 1 ഓടിയിട്ടുള്ളത്. 1 ലക്ഷം ഓടിയുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഒരു ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. ഡോക്ടർ യൂസ് ആണ്. അതും ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കാ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? 4 ലക്ഷം റുപ്യ കൊടുക്കാം. 4.5 അല്ലേ? എന്തായാലും കുറച്ച് കൊടുക്കൂലേ? നോക്കാം. ഇതിപ്പോ ലോൺ കയറുമ്പോന്നാല്? ലോണൊന്നും കയറില്ല. റെഡി കായ്ക്ക് 4 ലക്ഷം റുപ്യക്ക് ബെൻസർ കൊണ്ടാകാം അല്ലേ? ഈ 280 വരുന്നുണ്ട്. ഫാൻസി നമ്പർ അല്ലേ? 1991 നമ്പർ വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. ഡീസലും എത്ര മൈലേജ് കിട്ടും? 10 കിട്ടുമോ? 10 ഉണ്ടാവും. കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി നല്ല അടിപൊളി ഓഡി A4 ന്യൂ ഷേപ്പ് വണ്ടിയാണ്. 12 മോഡൽ ന്യൂ ഷേപ്പ് ആണ് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 89,000 കിലോമീറ്റർ. അത്യാവശ്യം നല്ല മെക്കാനിക്കൽ, നല്ല വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഇതിന് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ലേ? ഇത് ഓടിക്കാൻ എത്ര അറിയോ?
ഇത് 89,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവിലുള്ള സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടി. ചിലപ്പോ ഫുള്ള് ലോണും കിട്ടും കേട്ടോ. ഫുള്ള് കയറോ? ഓഡി A4 ഫുൾ ലോൺ അല്ലേ? വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞല്ലേ? അത് ഓട്ടോമാറ്റിക് ആണ്. എത്ര ചോദിക്കണ്ടേ? നമുക്കൊരു 7,00,000 കൊടുക്കാം. 7,00,000 ചോദിച്ചാണ്ട് എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. 7,00,000 ഓഡി A4 ഫുൾ ലോണിൽ കൊടുക്കും ചെയ്യാം. ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? 12-13 ഒക്കെ ഉണ്ടാവും. ഡീസൽ ഓട്ടോമാറ്റിക് 12-13 മൈലേജ് കിട്ടും. പറയാം. അതെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീട് കാണാം.